ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ഓവനോ ബീറ്ററോ മുട്ടയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഇതേപോലെ ഒരു ചീഞ്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന അടിപൊളി കേക്കാണ്. നമ്മുടെ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ക്യാരറ്റ് കേക്ക് വേറെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇതിപ്പോൾ മുട്ടയോ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ മിക്സർ ജാറിൽ എല്ലാം കൂടി ഒന്ന് കറക്കി ചീഞ്ചട്ടിയിൽ റെഡിയാക്കി എടുക്കുന്ന പെട്ടെന്നൊരു കേക്കാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഏറ്റവും സിമ്പിളായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്നെങ്കിലും ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. തീരെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. കണ്ടതാ, ഇതേപോലെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രം കേട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും പറ്റുള്ളൂ. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് 250 ml കപ്പിന് 1 കപ്പ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പിന് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നേർപകുതി വേണം ചേർക്കാനായിട്ട്. 3/4 കപ്പ് പഞ്ചസാരയുടെ നേർപകുതി ചേർത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ഗ്യാസ് ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി പതുക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി പതുക്കെ ഒന്നങ്ങ് അലന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊന്നും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ നമ്മുടെ പഞ്ചസാര മുഴുവൻ ശരിക്കും അലന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തും ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ പതുക്കെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പത വന്ന് തുടങ്ങും. അങ്ങനെ മുഴുവനായിട്ട് ഒന്ന് പത വരണം. കണ്ടതാ, ഇതേപോലെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം നമ്മൾ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇതേപോലെ കുറച്ചായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ കുറച്ച് കട്ടിയുണ്ടെന്നുണ്ടെങ്കിലും നന്നായിട്ട് തിളച്ച് അതങ്ങ് മെൽറ്റായിട്ട് വന്നോളും. കണ്ടതാ, ശരിക്കും മിക്സാക്കി നന്നായിട്ട് തന്നെ ഒന്ന് അലന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പും അതേപോലെ തന്നെ കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഞാനിവിടെ കറക്റ്റ് 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയൊരു പിടി മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ കറുത്ത മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഒന്നിങ്ങ് വറ്റി വരണം. അപ്പോൾ അതവിടെ ഇരുന്ന് തിളച്ച് ഒന്ന് എല്ലാം കൂടി യോജിച്ച് സെറ്റായി വരട്ടെ. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിൽ നിന്ന് ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ, 1 കപ്പ് കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വന്ന പഞ്ചസാര ഒന്ന് മിക്സർ ജാറിൽ അടിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു 3/4 കപ്പിൽ നിന്ന് 1/2 കപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തായിരുന്നല്ലോ. ബാക്കി പഞ്ചസാര മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഇതിനകത്തേക്ക് 3 ഗ്രാമ്പൂ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഈ 3 ഗ്രാമ്പൂ പഞ്ചസാരയുടെ കൂടെ ചേർത്ത് അടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയെ. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു 3, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 അത്രയും മതി. നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിരിക്കുന്നത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മുടെ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മുട്ടയ്ക്ക് പകരം വേണ്ടത് തൈരാണ്. അപ്പോൾ നല്ല കട്ട തൈര് 1/4 കപ്പും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് കൊടുക്കരുത്, അതേപോലെ തന്നെ തീരെ പുളി കുറഞ്ഞ തൈര് കൊടുക്കരുത് കേട്ടോ. ഒരു ചെറിയൊരു പുളി ഉണ്ടാവണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല കട്ടിക്ക് ഒരു ക്രീമിൻ്റെ പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ടോ, നല്ലൊരു കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിയിൽ അടിച്ചെടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ റെഡിയാക്കാനായിട്ട് വെച്ച ക്യാരറ്റ് എന്തായെന്ന് നമുക്കൊന്ന് നോക്കാവേ. കണ്ടതാ, ക്യാരറ്റും പഞ്ചസാരയും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കണ്ടോ ശരിക്കും ഒന്നിങ്ങ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. തീരെ അങ്ങോട്ട് വെള്ളം പറ്റി ശരിക്കും അങ്ങോട്ട് കുറുകുമൊന്നും വേണ്ട, ഈ ഒരു പരുവം മതി. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ വലിയ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വലിയ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. എന്നാൽ തീരെ അങ്ങോട്ട് തണുത്തൊന്നുമ്പോൾ ഒരു ചെറിയ ചൂട് ഉണ്ട് താനും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്ന ആ ക്രീം പോലെയുള്ളതുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുവാണ്.
ഇനി നമ്മുടെ ക്യാരറ്റും അതേപോലെ തന്നെ പഞ്ചസാരയുടെ ഈ മിക്സും എല്ലാം നല്ലോണം തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ തന്നെ ആ കളറങ്ങ് മാറി. കണ്ടോ, വേറൊരു കളറായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ദാ ഇത് മതി. ഇനിയാണ് നമുക്ക് ഇതിനകത്തേക്ക് വേറെ പൊടികളൊക്കെയും ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്ന് ഭയങ്കരമായിട്ട് അങ്ങ് കുറുകിയിരിക്കാനും പാടില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അളവുകളൊക്കെയും ഒന്ന് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ കേക്കിൻ്റെ മിക്സ്. ഇനി നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ മൈദ വേറൊരു ബൗളിലേക്ക് 3-4 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് ചേർത്താലും മതി. ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഒരു അരിപ്പയിലൂടെ അങ്ങ് ചേർക്കുന്നു എന്നേ ഉള്ളൂ. 250 ml കപ്പിന് 1 കപ്പ് മൈദയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരിച്ചെടുക്കാം. നമ്മൾ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും നമ്മുടെ മൈദയുടെ മിക്സൊക്കെ ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. 2-3 തവണ അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം. ഇല്ല ഇതേപോലെ ഒറ്റ തവണയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നേരിട്ട് ഒരിക്കലും ചേർക്കരുത്, ഇതേപോലെ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഒരു ചെറിയൊരു പിടി കാഷ്നട്ട് പൊടിയായത് കട്ട് ചെയ്തും കൂടി നമ്മുടെ ഈ പൊടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മൈദയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി പോലെ ഉണ്ടാവും. സാധാരണ നമ്മൾ കേക്കിന് ഭയങ്കര കട്ടിയായിട്ടല്ലല്ലോ ഇരിക്കുന്നത്, ചെറിയൊരു ലൂസ് പോലെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടതാ ഈ ഒരു കട്ടിക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു കട്ടിയാണ് ഇപ്പോൾ നമ്മുടെ ഈ കേക്കിന് വന്നിരിക്കുന്നത്. സാധാരണ ക്യാരറ്റ് കേക്കിന് അത്ര കട്ടി വേണ്ട. അപ്പോൾ നമ്മൾ ആ കട്ടി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് 3 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇളം ചൂടുള്ള പാൽ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ആ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒരു പാകത്തിനുള്ള കട്ടിക്കായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇതങ്ങ് മിക്സായി വന്നപ്പോൾ ഒരുപാട് കട്ടിയില്ല എന്നാൽ ഒരുപാട് ലൂസുമായിട്ടല്ല ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ കേക്ക് ടിന്നിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ കേക്ക് ടിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ സൈഡിലും ഓയിലൊക്കെ പറ്റി നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കും കൂടി നമ്മൾ ഓയിലൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ടിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ് ഈ കേക്ക് ടിന്നിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചീൻചട്ടി ആണെന്നുണ്ടെങ്കിലും അടുപ്പത്ത് നന്നായിട്ട് ചൂടാവാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചീൻചട്ടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല അടി കട്ടിയുള്ള ചീൻചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവൻ ആണെന്നുണ്ടെങ്കിലും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക്. അങ്ങനെ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ചൂടാവാനായിട്ട് വെച്ചാൽ മാത്രം മതി. അതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ബാക്കിയുള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ ഒന്നെങ്കിൽ വിതറി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കാഷ്നട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിതറി കൊടുക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ചോയ്സാണ്. നല്ല അടിക്കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി തന്നെ എടുക്കാനായിട്ട്, നല്ല കുഴിയുള്ള ചീഞ്ചട്ടിയും അതേപോലെ തന്നെ അടിക്കട്ടിയുള്ളതും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ കേക്ക് ടിന് അങ്ങ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടച്ച് വെച്ച് റെഡി ആവാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ പൊങ്ങി ശരിക്കും ഒന്നിങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായെന്ന് അറിയാനായിട്ട് ഇതേപോലെ ഒരു കത്തിയോ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ബാക്കിയുള്ള സമയം അത്രയും ഒരു ലോ ഫ്ലെയിമിലും വേണം വയ്ക്കാനായിട്ട്. അക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പുറത്തേക്ക് എടുത്ത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും പതുക്കെ ഇതേപോലെ ഒന്ന് വിടുവിച്ച് കൊടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ടിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഇങ്ങ് വിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ അടിയിലോ സൈഡിലോ ഒന്നും പിടിക്കാതെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബട്ടർ പേപ്പറും കൂടി അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കളർ കാണുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല പഞ്ഞി പോലുള്ള കേക്ക് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ആ കാഷ്നട്ടും അതേപോലെ തന്നെ ആ കിസ്മസും ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ. കണ്ടതാ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും വെന്ത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കാഷ്നട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് അടിയിലൊന്നും പോയി കിടക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കേക്ക് എളുപ്പത്തിൽ വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ കേക്കിന് മുമ്പായിട്ട് വേറെയും ഒരുപാട് കേക്ക് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലം കേക്കിൻ്റെയും ക്യാരറ്റ് കേക്കിൻ്റെയും അതേപോലെ തന്നെ നോർമലായിട്ട് അരിപ്പൊടി വെച്ചും ആവിയിലൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരുപാട് കേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കണ്ടു നോക്കിക്കോളൂ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ കേക്ക് കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.